അങ്ങനെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോഴും തീരുമാനമായില്ല, തർക്കം തുടരുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലും പുറത്തു വരുന്നത്. പക്ഷേ മാണി സി കാപ്പൻ്റെ പരിഭവങ്ങളും പരാതികളും ഇപ്പോൾ UDF നേതൃത്വം തീർത്തു എന്ന് മനസ്സിലാക്കുകയാണ്. രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെയാണ് വന്നത്. 2.5 വർഷത്തേക്ക് ക്യാബിനറ്റ് പദവി തരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിയുടെ ഓഫർ ഉണ്ടായിരുന്നു. ഒരു ഘടകകക്ഷി എതിർത്തു. അതാരെന്ന് പറയുന്നില്ല. താൻ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായെന്നും പരാതികളില്ലെന്നും മാണി സി കാപ്പൻ. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷി എതിർത്തു. ഒറ്റയാളുള്ളവർക്ക് ഫുൾ മന്ത്രിസ്ഥാനം, അവർ കൂടുതലാളുണ്ടായിട്ടും രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി അവർ 11 എന്നുള്ളത് 12 മുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പം ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകേണ്ടി വന്നു. അനൂപും ഞാനും കൂടി ആലോചിച്ചു. ആദ്യത്തെ ടൈം അനൂപ് ആയിക്കോട്ടെ, രണ്ടാമത്തെ ടൈമിൽ എനിക്കെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് ധാരണയായി. എനിക്ക് പരാതിയില്ല, പ്രശ്നങ്ങൾ തീർന്നു.